കൃഷ്ണേട്ടാ 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 ഒന്ന് എഴുന്നേറ്റേ ഒന്ന്. ഇതൊരു ചായക്കടയാണ്. ഒന്ന് നേരത്തേക്ക് എഴുന്നേറ്റൂടെ? ഒന്ന് എഴുന്നേറ്റിരിക്കാതെ. എടി എനിക്ക് താല്പര്യമില്ലാത്ത കേസാ ഇത്. നിന്നോട് 100 വട്ടം പറഞ്ഞു ചായക്കട തുടങ്ങണ്ട. നീ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും നമ്മള്? എങ്ങനെ ജീവിക്കും? ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ, ആ ബാബു ചേട്ടൻ രാവിലെ ചായ കുടിക്കാൻ വന്നിട്ട് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു, ശരിയാണോ? ബാബു വന്നിട്ട് എന്നാ ചോദിച്ചെന്നറിയാവോ? അവന് പാല് കൂട്ടി വെള്ളം കുറച്ച് വിത്തവിട്ട് അടിക്കാത്ത ചായന്ന്. ഈ ഉറക്കപ്പിച്ചിൽ എടുക്കാൻ പറ്റുന്ന ടാസ്ക് ആണോ അത്? നീ പറ. പൊന്നെ, എന്തൊരു മടിയനാ എന്റെ കൃഷ്ണേട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്, പോയി തല നനച്ച് കുളിച്ചിട്ട് വാ. കുളിക്കാനോ? ഞാനോ? ഇനി പൈപ്പിന്റെ ഓട്ടത്തിൽ ചെന്ന് ബക്കറ്റ് വെച്ചിട്ട് വെള്ളം എടുത്ത് തലേക്കട ഒഴിച്ച് ഈ ഒരു കാര്യം ചെയ്യാൻ നനഞ്ഞ തുണി എടുത്തോ, ഞാൻ തുടച്ചോളാം. അയ്യോ എന്നാ വേണ്ട, ഇങ്ങനെ ഒരു കുളി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കുളിക്കുന്നുണ്ടല്ലോ. അയ്യോ എന്തൊരു തണുപ്പാ, എന്തൊരു തണുപ്പാ. ഇങ്ങനെ അങ്ങ് തൂത്ത് ഇങ്ങനെ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ, ആ രാസനായി പൊടി എടുത്തോളൂ. എന്തിന്? തലയിൽ വെള്ളം താഴെ ജലദോഷം ഉണ്ടാവും. എന്റെ കൃഷ്ണേട്ടൻ നിങ്ങളൊന്ന് എഴുന്നേക്കാൻ നോക്കി ഇവിടുന്ന്. പൊന്നോ, നടക്കണം. അയ്യോ ഇങ്ങോട്ട് നീങ്ങിക്കിടങ്ങട്. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച 6 മണിക്ക് നീ സ്വർണം കൊണ്ട് കുഴിച്ചിട്ടതിന് ശേഷം ഈ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചില്ല, സത്യമായിട്ട് സാറേ, ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ ഇവിടെ ചായ ചോദിച്ചു, പക്ഷെ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്ന്? എനിക്കറിയില്ല എന്താന്ന്. അങ്ങനെയൊക്കെ ചായക്കടക്കാർ പറയൂ. ചെല്ലി വിളിക്കണ്. എനിക്ക് താല്പര്യമില്ല. എന്ത് ചെല്ലി? ഒന്ന് ചെല്ലി വിളിക്കണോടത്തോട്ട്. ഇവിടെ വേണം. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 6 മണിക്ക് ഇയാൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അയാൾ ചായ ചോദിച്ചപ്പോ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. സാറേ, ഈ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കേസാക്കൂ? ചേട്ടാ, ഞാനൊരു തമാശക്ക് പറയാ, നീ അത് കാര്യമാക്കി എടുത്തത്. അവൻ കേസ് കൊടുത്തു. ഞാൻ എന്ത് മനുഷ്യനാണോ? അതല്ല ചോദിച്ചു വന്നത്. ഈ ശരവണ ജ്വല്ലറിയിൽ നിന്ന് ഒരു 50 പവൻ സ്വർണം മോഷ്ടിച്ചായിരുന്നു ഇവൻ. പിന്നെ അവൻ ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിലാണ് അത് കുഴിച്ചിട്ടത്. ആ കുഴിച്ചിട്ടതിന് ശേഷം അവൻ ഇവിടെ വന്ന് ചായ കുടിച്ചു എന്നാണ് മൊഴി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് തെളിവെടുക്കണം. പേരെന്താ? സുലോചന. ഇത് ഭർത്താവല്ലേ? എന്റെ പേരെന്താ? ഒന്ന് പറഞ്ഞു. താല്പര്യം ഇല്ലാത്തോണ്ട പറ. ഇത് പറയാനും താല്പര്യമില്ലേ? കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടിക്കും സുലോചനക്ക് എത്ര മക്കളാ? 4 എണ്ണം കാണും. എത്ര? സാറേ 5 പിള്ളേരുണ്ട് സാറേ. 5 പിള്ളേരോ? അതിന് മാത്രം അങ്ങേക്ക് നല്ല താല്പര്യ സാറേ. എന്തുവാണോ? അതെന്നാന്നറിയാവോ സാറേ, ഞാൻ താല്പര്യം ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണെങ്കിലേ വിളി കാച്ചി എണ്ണയും തേച്ച് മുല്ലപ്പും ചൂടി എന്റെ മുമ്പിൽ കൂടെ അങ്ങ് പോവും. താല്പര്യക്കുറവ് അങ്ങ് മാറും. അതൊരു വീക്ക്നെസ്സാ. അതെ, ഒരു ചായ എടുത്തോ. ഒരു ചായ. വെള്ളം കുറച്ചൊരു ചായ. വെള്ളം കുറച്ച്. നിനക്ക് ചായ വേണോ? എനിക്കൊരു ചായ. ഇവന് ചായ വേണ്ടെന്ന്. ഇല്ലാത്ത കേസാ. എന്താ കൃഷ്ണേട്ടാ? കാര്യം പറഞ്ഞു കഴിഞ്ഞ എന്താന്ന്? ഇത് കാച്ചി എണ്ണയല്ല, വെളിച്ചെണ്ണയാ. വെള്ളം കുറച്ചൊരു ചായ എടുക്കാൻ ഞാൻ കേട്ട്. അതെ, നീ 50 പവൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാലും 30 പവനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20 പവൻ എവിടെ? അയ്യോ സാറല്ലേ എന്നെ ഞാൻ ഈ സ്വർണം കുഴിച്ചിട്ട സ്ഥലത്ത് കൊണ്ടുവന്നല്ലോ. ആ കുഴി ഞാൻ സ്വർണം മാന്തി എടുത്ത് 50 പവൻ സാറിന് ഞാൻ ഏൽപ്പിച്ചോ. 20 പവനെ സാറ് FIR കാണിച്ചോളൂ. ബാക്കി 30 പവൻ സാറിന്റെ കാണണ്ടേ? 30 പവൻ കാണണല്ലേ? അതെവിടെ? അത് എവിടെയെന്ന് നീ തന്നെ പറയണം. നീ എവിടെ കണ്ടുപിടിച്ച് തരണം. എന്റെ പൊന്നെ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? പകുതി ചായ പറന്നു പോയ കാക്ക കുടിച്ചല്ലോ. അങ്ങനെയാണോ ചായ എടുക്കണം? അങ്ങനെയാണത്. നല്ല ചായ എടുത്തിട്ട് മാടോ, വെള്ളം കുറച്ച്. നല്ല ചായോ? അതെ, ഞാൻ വ്രതമായിപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോളാം. 30 പവൻ സ്വർണ്ണം എനിക്ക് വേണം. മനസ്സിലായല്ലോ? വെള്ളം കുറച്ച് ചായ. ഇത് കൊള്ളാലോ. അപ്പൊ നല്ല ചായ എടുക്കാനും അറിയാം. എനിക്ക് ഇതുപോലത്തെ ഒരു ചായ ഇരിക്കുമല്ലേ കയ്യിൽ? ഇന്ന ചായ കൊള്ളാം. കടിക്കാൻ വല്ലോ ഉണ്ടോ ഏട്ടാ? അടിക്കാൻ ടിപ്പു ഉണ്ടല്ലോ. ടിപ്പു? അതെന്ത് പലഹാരം? ആ പലഹാരത്തിന്റെ ഷേപ്പ് എങ്ങനെയാ? ഷേപ്പ് 9 പോലെ വാലിരിക്കും, ഇങ്ങനെ കൂർത്ത മുഖമായിട്ട്. ഇവിടുത്തെ പട്ടിയാ, ഭയങ്കര കടിയാ. കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ച് കടിച്ചു. ഇതിന്റെ പുക്കളിരിക്കണോ? ഇവിടെ കഴിഞ്ഞ ദിവസം കടിച്ച്. ഇഞ്ചക്ഷൻ എടുത്താർന്നാ? എന്തൊക്കെയാ കൃഷ്ണേട്ടി പറയുന്നേ? അവള് മടിച്ച് കാണിക്കില്ല. വൈഫ് വിളിക്കുന്നേ. ഇവിടെ ഇരുന്നോളേ, അനങ്ങരുതേ. സീനു, പിന്നെ നിങ്ങൾ ഇത് എവിടാ? ഞാനേ ഒരു പ്രതിയായിട്ട് തെളിവെടുക്കാൻ വേണ്ടി വന്നാടി. ഏത് പ്രദീപ്?
പ്രദീപല്ല, പ്രതി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആ. ഞാൻ ഇവിടെ മണ്ണെണ്ണ കുളിച്ച് നിക്ക. മണ്ണെണ്ണ കുളിച്ചിക്കണേ എടി, മോട്ടർ ഞാൻ ശരിയാക്കിയാണല്ലോ, പിന്നെ എന്തിനാ മണ്ണെണ്ണ കുളിച്ചിക്കണേ? അതല്ല, എന്റെ 20 പവൻ സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചില്ലേ? അല്ല അല്ല, ഒരു സെക്കൻഡ് എന്റെ കൂടെ പ്രതി ഉണ്ട്, ഞാൻ അവനെ ഒന്ന് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ പണിയോ. ഇത് കണ്ടോ, എന്തിനാ? ഇത് ട്രാപ്പാണ്. നീ അനങ്ങിയ ചായ മറിയും, അവിടെ നിന്ന് ഞാൻ അറിയും, ഇടിയും കൊണ്ടു. അപ്പൊ സീനു, എന്റെ 20 പവൻ സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചില്ലേ? പണയം വെച്ചു. നാളെ നാത്തോന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ എന്തിട്ട് പോവും? അയ്യോ, എനിക്ക് വയ്യ നാണം കേടാനും. അപ്പൊ സീനു നീ കേക്ക്, ഞാൻ വൈകുന്നേരം വരുമ്പോ 30 പവൻ സ്വർണ്ണം അങ്ങോട്ട് തരും. എനിക്കൊന്നും കേൾക്കണ്ട. 10 മിനിറ്റിനുള്ളിൽ സ്വർണ്ണം കിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാവും. സീനു, നീ കടുങ്കയൊന്നും കാണിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരാം 5 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ല നിനക്ക്. എന്റെ പൊന്നെ, എടാ കുഴുതകം ബിജു, എടാ വാവളിപ്പാ അടി അകത്തായടാ നീ. പെട്ടടാ. അയ്യോ എങ്ങനെ? അത് ഈ കഴിഞ്ഞ ദിവസേ മറ്റേ ശരവണ കണകുണേ അല്ലടാ, നമ്മുടെ വളവിനൊരു ജുവലറി ഇല്ലേ പുതിയത്, ശരവണ ഭവൻ. ആ ജുവലറി കയറി 70 പവന്റെ സ്വർണ്ണം ഞാൻ അങ്ങ് മോഷ്ടിച്ച്. ഞാനത് കയറാൻ വേണ്ടി ഇരുന്നല്ലേ. ഞാനിപ്പം കയറി മോഷ്ടിച്ചു. എന്നിട്ട് ഇപ്പം സാധനം മൊത്തം പോലീസുകാർ എടുത്താ. 50 പവൻ ഞാനൊരു കുഴി കുടിച്ചിട്ട് 20 പവൻ ഞാൻ വേറൊരു കുഴിയിലിട്ടിരിക്കുന്നത്. പിന്നെ ടെൻഷനാണെന്നറിയാവോ, ഞാൻ 2 വർഷം കഴിഞ്ഞാലേ പുറത്തിറങ്ങുള്ളൂ. എങ്ങനെ പോയാലും 2 വർഷം എടുക്കും. അപ്പൊ ഇതവിടെ കിടക്കില്ലടാ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചു മേല. അളിയാ, എന്നൊരു ഐഡിയ ഉണ്ട്. എന്നാ? നീ ആ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നാലേ ഞാൻ സ്വർണ്ണം എടുത്ത് എന്റെ വീട്ടിൽ കൊടുക്കാം. പോടുന്നു. നീ ഒരു 10 മിനിറ്റ് നീ വിലം കിട്ടിപ്പിടിക്കാവോ? 20-ൽ നിന്ന് 2 പവൻ നിനക്ക് തരും. രക്ഷപ്പെടോ നീവില്ല. 2 പവൻ തരുമോ? ഉറപ്പാണ്. ഉറപ്പാണ്. ഇത് ഞാൻ ഓക്കെ അല്ല. പക്ഷെ ഒരു കാര്യം, സാറ് അറിയരുത്. അതാണ് പ്രശ്നം. കാരണം പുള്ളി ഇപ്പൊ പാരിട്ട് ഭയങ്കര വടക്കിടക്കുവാ. ഞാനിവിടെ ഇരുന്ന കാര്യം പോലും മറന്നിരിക്കുവോ പുള്ളി. എന്നടാ ഇത്? ഇതോ ട്രാപ്പ്. ഇല്ല കോപ്പാ. ഞാൻ ഊരിയെ. അത് മാത്രമല്ല, ഞാൻ അതിട്ടോളാം. അങ്ങനെ പിടിക്കപ്പെടും. നീ ഷർട്ട് ഊരി. അതൊരു പ്രശ്നമുണ്ട്. സ്പീഡാക്കടാ. അടിപൊളി. ഞാൻ അഭിനയിച്ച് കേറ്റുകളിയാ, നീ നോക്കൂ. രണ്ട് ഗ്യാസ് ഇവിടെ വേണ്ട. അത് ഉരുളം കിഴങ്ങിന്റെ ഗ്യാസ്. ജെയ്സൺ, നിന്നോട് ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഇപ്പൊ ഗ്യാസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്റെ കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് ഇവിടെ ഇരിക്കുവാന്നു. കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ വന്നാ ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ കൊടുക്കണ്ടേ? ഒന്നിനും പറ്റൂലല്ലോ. അല്ല ഗ്യാസ് പിടിക്കുന്നത്. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. നിങ്ങൾ 2 ഗ്യാസോ 3 ഗ്യാസോ എന്തോ ചെയ്തോ എന്റെ പൈസ ഞാൻ പോട്ടു. 10 മിനിറ്റ് അല്ലേ പറഞ്ഞ? 30 മിനിറ്റ് ഒരു 30 ഒന്ന് സമ്മതിക്കുന്നു. എന്റെ കൃഷ്ണ 30 ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഒഴിച്ചു കൊടു. പുള്ളിയുടെ കൈവറ മാറട്ടെന്ന്. ഓലിക്കാരെ കളിയാക്കുന്നാടാ. എടാ ബിനു, ജയ്സാ, ഞാനേ വൈഫായിട്ട് സംസാരിച്ചോണ്ട് പ്രഷറായി പോയടാ. എനിക്ക് സംഭവം എന്നാലും കൂട്ടുകാരെ ഇങ്ങനെ ഇടിക്കരുത്. പെണ്ണും പിള്ളായിട്ട് സംസാരിച്ചത് മനസ്സിലായി. ഇടി കണ്ടപ്പം തന്നെ ടെൻഷനാടാ, ഭയങ്കര ടെൻഷനാ. എന്ത് വെച്ചടാ? ഒന്നാമത് ഞാനേ ആയിരിക്കണ പ്രതി കണ്ട, അവൻ ആ ശരവണ ജ്വല്ലറിന്ന് 50 പവൻ സ്വർണ്ണം അടിച്ചു മാറ്റിയവനാ. അവനാണ്. അപ്പൊ അത് ഭാര്യയാണെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 10 മിനിറ്റ് വീട് വരെ പോകണം. അതാണ്. അതല്ലടാ, ഞാനേ നീ കൊണ്ട് പറയാലോ, നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പിന്നെ അതായത് അവൻ 50 പവൻ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അവൻ എനിക്കത് തന്നു. അതിൽ 20 ഞാൻ എഴുതി ചേർത്തിട്ടുള്ളൂ. ബാക്കി 30 ഞാൻ തൊട്ടടുത്ത് വേറൊരു കുഴിയിൽ കുഴിച്ചിട്ടേക്ക്. അതൊന്ന് പോയി എടുത്ത് ഭാര്യയുടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി. ഈ പോയി ഭാര്യക്ക് സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ട് വാടാ പോയി. അങ്ങനെയൊക്കെ പോകാൻ പറ്റൂല. അങ്ങനെ പോകുമ്പോ ഈ കള്ളൻ ഇവിടെ ഒറ്റക്കായി പോകും. കള്ളന്റെ അടുത്തൊരു കാക്കി വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആൾക്കാർ ദൂരെ നോക്കിയാൽ ഒരു പോലീസുകാരന് അടുത്തൊന്നും തോന്നിയാൽ മതി. അതാണ് ഇപ്പൊ ഒരാളെ ഇതിന് വേണ്ടിട്ട്. കൊള്ളല്ലടാ, കാക്കി പാന്റ് കാക്കി ഷർട്ട് ഒരു തൊപ്പി കൊണ്ട് തന്നെ നീ പോലീസാ. ചുമ്മാ വാക്കുള്ള നീ ഒരു പണി 10 മിനിറ്റ് അവിടെ ഇരുന്നാ മതി. ഞാൻ ഓടി വീട്ടിൽ ചെല്ലുന്നു, സ്വർണ്ണം കൊടുക്കുന്നു, ഭാര്യക്ക് കൊടുക്കുന്നു, ഓടി വരുന്നു, എന്റെ പ്രശ്നം സോൾവ് ആകുന്നു. എന്റെ പ്രശ്നം സോൾവ് ആവും. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുമ്പം എനിക്കെല്ലാം അതുകൊണ്ട് ബെനിഫിറ്റ് അല്ല. അതൊരു പണിയാ. ഞാൻ 30 പവനുണ്ടല്ലോ, 30 പവനീന്ന് 5 പവൻ ഞാൻ നിനക്ക് തരും. 5 പവൻ നീ എനിക്ക് ഒരു പോലീസ് അല്ല, ഞാൻ IG വരാവും. ഒപ്പിവെച്ചു. അവന് മുഖം കൊടുക്കരുത്, അവൻ തിരിച്ചറിയരുത് കേട്ടോ. എന്റെ പെട്ടതള്ള എന്നെ കണ്ടിട്ട് ഇതുവരെ തിരിച്ചറിയില്ല. ഓക്കെയാണ് അവൻ. ഞാൻ പെട്ടെന്ന് വരേ.
കള്ളന്റെ മുഖം എങ്ങനൊന്ന് കാണും. ഓക്കേ. ഇത് പാകപ്പാട കൺഫ്യൂഷനായി. ഇവന്റെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ അടങ്ങൂ. എടാ എടാ, ഇത് കുഴപ്പമൊന്നും യവന് ഭ്രാന്താണെന്നൊന്നും ഇവനെന്നെ മനസ്സിലായില്ല. ഈ പോലീസ് കഞ്ചാവാന്ന് തോന്നുന്നു, എന്നെ മനസ്സിലായിട്ടില്ല. മറ്റേ 50ന്റെ കാര്യം എനിക്കറിയാം. 50 70 ബിനു 20 തന്നെ വലിപ്പിച്ചോടെ. അവിടെ വല്ല വേണാവോ? ഒരു ചായ. ചോദിക്കണ്ടായിരുന്നു, താല്പര്യമില്ല. വെള്ളം കുറച്ചല്ലേ? അല്ല, വെള്ളം കൂട്ടി. ആ, ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. അവിടെയോ? എനിക്കൊരു പാലും വെള്ളം. ആ, പാലും വെള്ളോ? അങ്ങനെയല്ല ഇവര് പറഞ്ഞു. ഇവർ രണ്ടുപേരും ചായ വെള്ളം കുറച്ചാണല്ലോ കുടിച്ചോണ്ടിരുന്നത്. ഷൂ ഇല്ലാത്ത ചെരുപ്പിട്ടുണ്ട് പോലീസുകാരൻ. അത് ശരി, കുഴുങ്ങതാവും കുത്തിയിട്ട് കൂട്ടാക്സ് ഇട്ടേക്കും. കണ്ടുപിടിക്കാം. ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലേ? പിന്നെ ആഹാ, അപ്പൊ എനിക്കിട്ട് പണിയാ. ശരിയാക്കി തരാം. ഞാനൊരു ചായ എടുത്തിട്ട് വരാം. നീ ഗ്യാസ് കൊണ്ടെന്ന് നീ ഇങ്ങനെ പോലീസായി? രഹസ്യ പോലീസ് ആയതുകൊണ്ടാണോ നീ രഹസ്യമായിട്ട് വർത്താനം പറയുന്നേ? അത് ശരി. താനാരാ? തന്നാരോ എവിടെ താനാരാന്ന്? രഹസ്യ കള്ളനാ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. താല്പര്യമില്ല, ഇങ്ങോട്ട് വാ. അതെ, ഞാനൊരു രഹസ്യം പറയട്ടെ. അയ്യോ, ഇപ്പൊ രഹസ്യം പറഞ്ഞ മൊത്തം രഹസ്യ പോലീസുകാരെ ഇവിടെ മുഴുവൻ. ഇല്ലേ, ഞാനൊരു രഹസ്യം പറയട്ടെ. കാച്ചി എണ്ണ തേച്ചിട്ടുണ്ടോ നീ? ഈ മനുഷ്യൻ ഞാൻ കൊല്ലും ഞാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ദൈവമാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ തോന്നിക്കുന്നല്ലേ. അല്ല, എന്താ പറയാ, ഒരു ചായ കുടിക്കേ. നീ എന്താടാ, നീ എന്തിനു പറയാടാ കാണിച്ചേ? എന്താ നീ എന്നെ ഇവിടെ എടുത്തിട്ട് നീ വേറെ പോലീസിനെ കീഴടങ്ങിയ? ഇതാ ശരിക്കും പോലീസ്. ബിനു, ഇവനെ നീ എന്നെ ഏൽപ്പിച്ചിട്ട് നീ വേറെ പ്രതിനെ പിടിക്കാൻ പോയതാണ്. നീ വൃത്തികേട് പറയുന്നത്. നീ ഒരൊറ്റ ഒരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത്. എടാ, നിന്നെ ഒരു കള്ളൻ ഇവിടെ ഏൽപ്പിച്ചാ ഞാൻ, എന്നിട്ടല്ലേ ഞാൻ പോയത്. എടോ 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 എടോ, അവനല്ലേ ഇതാ നിൽക്കുന്നത്. ഇവനേത് കള്ളൻ? നീ ഏൽപ്പിച്ച കള്ളൻ. എടാ, ഞാൻ ഏൽപ്പിച്ചത് അവനല്ലേ? അങ്ങനെ ശരിയാവും. എടാ, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു. സംഭവം എന്താണെന്നറിയോ? ഞാൻ 20 പവന്റെ സ്വർണം ഒരു പഞ്ഞി മരത്തിന്റെ താഴെ കുടിച്ചിട്ടിരിക്കണേ. ഞാൻ അവിടെ ചെന്ന് മാന്തോട് മാന്ത്, ബാക്കി സാറ് പറയും. അതുപോലെ തന്നെ ഞാനൊരു 30 പവൻ അതിനകത്ത് അടിച്ചു മാറ്റിയായിരുന്നല്ലോ. അത് കുഴിച്ചിട്ടതും ഒരു പഞ്ഞിമരത്തിന്റെ ചോട്ടിലാ. ഞാൻ ആ പഞ്ഞിമരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ മാന്തി 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 ഞാൻ മാന്തിക്കൊണ്ടിരുന്ന പഞ്ഞിമരം കപ്പേന്നൊരു മറച്ചില് നോക്കിയപ്പോ എന്താ മുമ്പിൽ ഇവൻ, മുമ്പിൽ സാറും. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ രണ്ടുടെ ഒരു പഞ്ഞുമരത്തിന്റെ മൂട്ടിലാണ് ഈ സ്വർണം കുഴിച്ചിട്ടത്. അത് മരം മറിഞ്ഞു വീണപ്പോഴല്ലേ മനസ്സിലായത്. ബാക്കി പറ. എനിക്കങ്ങോട്ട് ദേഷ്യം കയറി. ഞാൻ എന്റെ കയ്യങ്ങോട് നീട്ടി. ഞാനൊന്ന് പതുങ്ങി. സാറ് ചെബക്കന്നെ പുളക്കെ അടിച്ചു കാണും. കയ്യങ്ങോട് നീട്ടി അവനൊരു ഷെയ്ക്കാനും കൊടുത്ത് ഞങ്ങൾ തമ്മിൽ ഡീലായി. ഡീലായ? അതെ. അപ്പൊ എന്റെ 5ന്റെ കാര്യം? അപ്പൊ എന്റെ കാര്യമോ? എടാ, ഇവിടെ ഒറിജിനൽസ് തമ്മിൽ ഡീലായ സ്ഥിതിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സിന് വാല്യൂ ഇല്ല. ബാബ്രോ, നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ആയി. നല്ല കാര്യം ഉണ്ടായിരുന്നു. അവനവന്റെ കാര്യം നോക്കി ഇരുന്നാ പോരായിരുന്നു. ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോട്ടെ. ഈ 5 മോഹിച്ചട്ടെ. 5ന്റെ ഡീൽ ഓണായി തോന്നേട്ടാ. ഭാഗ്യവാൻ ഭാഗ്യവാൻ.
ആ ബിനു നീ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരനൊന്നും തെളിയിച്ചല്ലടാ. നീ എനിക്ക് 5 തരാൻ തീരുമാനിച്ചല്ല. ഒപ്പി എടുക്കാൻ മറന്നു പോയാടാ. എന്റെ 5ന്റെ കാര്യം സാറേന്ന് വിളിയടാ. എടാ ബിനു നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. വെച്ച് കയറ്റി തെറിഞ്ഞ എടാ അറിയാ ഞാൻ പറയട്ടാ. എടാ 5 കൊല്ലമാണ് ആൾമാറാട് കേസിനകത്ത് ഇറങ്ങേണ്ടത് അറിയാമോ? എടാ 5 കൊല്ലല്ല 5 പവൻ അത് ചോദ്യം 5 പവൻ ഓടാ അവിടുന്ന്. അത് ഞാൻ പറയുന്നേരാ. അതെ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യും? ആ ഗ്യാസ് കുറ്റി ഇറക്കിയ ഒരു ഒഴിവുണ്ട് വണ്ടിയിൽ. ആ ഗ്യാപ്പിൽ നിന്നെ കെട്ടാൻ പാ. വിട്ടേക്കാൻ വാ. ആഹാ കൃഷ്ണേട്ടാ, പോയേ എന്റെ കൃഷ്ണേട്ടാ. സുലു, നീ കാച്ചി എണ്ണ തേച്ചോ? അതിന്റെ മണം. ഓ, ആ കാച്ചി എണ്ണയുടെ കുപ്പി ആ പൂച്ച മറിച്ചിട്ടത് അതിന്റെ മണോ? എന്ന താല്പര്യമില്ല എനിക്ക്.